പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഹൃദയം വിണ്ടുകീറുന്ന തിക്താനുഭവങ്ങളുടെ ചൂടിൽ വെന്തുരുകിയ ഒരമ്മയുടെയും മകന്റെയും കരളലിയിക്കുന്ന കഥ. ഒരു തമിഴ് പെൺകൊടിയുടെ പൊള്ളുന്ന ജീവിതം സൂസൻ പാലാത്രി എന്ന എഴുത്തുകാരി നമ്മുടെ മുന്നിൽ തുറന്നിടുന്നു. ഇതിനെ കഥയെന്നോ ലേഖനമെന്നോ പൊള്ളുന്ന ഒരമ്മയുടെ ഓർമ്മക്കുറിപ്പെന്നോ എന്ത് പേരിട്ടും നിങ്ങൾക്ക് വിളിക്കാം. റാഗിംഗ് എന്ന ക്രൂര വിനോദത്തിന് ഇരയായ മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, അവന്റെ കരളലിയിക്കുന്ന കഥ, അവനു വേണ്ടി ജീവിതം ഓടിത്തീർത്ത ഒരമ്മയുടെ കഥ. അതാണ് അഗാപ്പെ. അഗാപ്പയുടെ അർത്ഥം ത്യാഗം അനുഷ്ഠിച്ചുള്ള സ്നേഹം എന്നാണ്. ഇവരുടെ ജീവിത കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും കമന്റും ഒക്കെ തന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തുക. നമുക്ക് അഗാപ്പെ എന്ന ഈ അനുഭവ കഥയിലേക്ക് കടക്കാം. അഗാപ്പെ, രചന സൂസൻ പാലാത്ര. പത്രത്താളുകളിൽ നിന്നാണ് ഞാൻ ആ സങ്കട വാർത്ത അറിഞ്ഞത്. മകന് പിന്നാലെ അമ്മയും മരിച്ചു. പ്രമുഖ ദിനപത്രത്തിൽ ആ അമ്മയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. മറാഠി സ്റ്റൈലിൽ സാരി ധരിച്ച് തമിഴ് സ്റ്റൈലിൽ ഒരു വട്ടത്തിലുള്ള മൂക്കൂത്തിയും നെറ്റിയിൽ മലയാളത്തനിമയുള്ള ഭസ്മക്കുറിയും ഗോതമ്പ് മണിയുടെ നിറവും ആ അമ്മയുടെ പ്രത്യേകതകളായിരുന്നു. ക്ഷേത്രനടയിലായിരുന്നു അവരുടെ അന്ത്യം. ഭാണ്ഡത്തിൽ അവശേഷിച്ചിരിക്കുന്നത് ഒരു രാമായണവും കുറെ നോട്ട്ബുക്കുകളും മാത്രം. നോട്ട്ബുക്കുകളിലെല്ലാം ഒട്ടും ഇടം ബാക്കി വയ്ക്കാതെ ഓം നമഃശിവായ എന്നെഴുതിയിരിക്കുന്നു. അവസാനം എഴുതിയ ബുക്കിലെ താളുകളും തീർന്നിരിക്കുന്നു. ഓരോ ദിവസവും തീയതിയിട്ടിട്ടാണ് എഴുത്താരംഭിച്ചിരിക്കുന്നത്. ബുക്കിൽ ഒരു മഷിപ്പേന കോർത്തു വെച്ചിരിക്കുന്നു. തലയിണയ്ക്ക് പകരമായി വയ്ക്കുന്ന ഭാണ്ഡക്കെട്ടിലാണ് നോട്ട്ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. എന്റെ ഓർമ്മകൾ വളരെ വർഷങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോയി. ഒരു സായം സന്ധ്യയിൽ നല്ല ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു യുവാവ് മുഷിഞ്ഞ പാൻസും ഷർട്ടുമിട്ട് PT ഉഷയെ വെല്ലുന്ന വിധം ദേശീയ പാതയിലൂടെ വെടിച്ചില്ലുപോലെ പായുന്നു. കുസൃതിയായ എന്റെ അനുജനും അവന്റെ കൂട്ടുകാരും ആലമ്മൂട് മുതൽ ആ യുവാവിന്റെ പുറകെ ഓടി. അവർ വിളിച്ചുകൂവി, ഓടിക്കോ, കിറുക്കം വരുന്നേ. 10 മിനിറ്റിന് ശേഷം മധ്യവയസ്കയായ ഐശ്വര്യവതിയായ ഈറൻ നിലാവു പോലെ മനോഹരിയായ ഒരു സ്ത്രീ തലങ്ങും വിലങ്ങും വരുന്ന വാഹനങ്ങളെ ഗൗനിക്കാതെ ശരം പോലെ പായുന്നു. തുലാവർഷത്തിന്റെ പേടിപ്പെടുത്തുന്ന അതിക്രമം രൂക്ഷമായി. തിരിമുറിയാതെ കോരിച്ചൊരിയുന്ന മഴ, അകമ്പടിക്ക് ഭീകരമായ ഇടിയും മിന്നലും. അന്തരീക്ഷം കറുത്തിരുണ്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ നിലവിളി മഴയിലും മിടിയിലും മലിഞ്ഞുപോയി. അവർ ഇടമുറിയാതെ ഏ രാജൂ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അതിശീഘ്രം പായുന്നു. എന്റെ മാതാപിതാക്കൾ അടക്കം പറഞ്ഞു, പാവം നല്ലൊരു പയ്യൻ, സുഖമില്ലാതെ വന്ന എന്നാ ചെയ്യും, അവന്റെ പിന്നാലെയാ ആ തള്ള ഓടുന്നേ. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഒരു ഞായറാഴ്ച പത്രത്തിൽ ഒരമ്മയുടെയും മകന്റെയും ദയനീയ ചിത്രവും വാർത്തയും. നെട്ടോട്ടമോടുന്ന മകനും മകന്റെ പിന്നാലെ ഓടിയെത്താൻ പാടുപെടുന്ന ഒരമ്മയും. അമ്മ ലച്ചുമി, മകൻ രാജു. തമിഴ്നാട് സ്വദേശികൾ. എങ്കിലും രാജു ജനിച്ചതും ബാല്യം പിന്നിട്ടതും മുംബൈയിലാണ്. മകൻ ഓടിത്തളർന്നെത്തുന്ന സ്ഥലത്ത് അമ്മയും എത്തിച്ചേരും. പിന്നെ അവിടെ വെയിറ്റിംഗ് ഷെഡിലോ കടത്തിണ്ണയിലോ വഴിയോരത്തോ അന്തിയുറങ്ങും. മകൻ ഉറക്കമുണരുന്നതിനു മുമ്പ് അമ്മ കുളിയും ജപവും നടത്തി ഉറക്കമുണരുന്ന മകനെ പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് വേഷം മാറ്റിക്കൊടുക്കും. മകന് ഷെയ്വ് ചെയ്തു കൊടുക്കുന്നതും മുടിയും നഖവും വെട്ടിക്കൊടുക്കുന്നതുമെല്ലാം അമ്മ തന്നെ. കയ്യിൽ തലേന്ന് കിട്ടിയ ഭക്ഷണത്തിന്റെ ബാക്കി വരുത്തിയത് മകനെ കഴിപ്പിച്ച് അമ്മയും കഴിക്കും. പ്രഭാതവെയിൽ തട്ടിയാൽ പിന്നെ രാജു അടങ്ങി നിൽക്കില്ല. ഓട്ടം പുനരാരംഭിക്കും. മകനെ നഷ്ടപ്പെടാതിരിക്കാൻ, ആരും അവനെ ഒന്നും ചെയ്യാതിരിക്കാൻ ആ അമ്മയും വാണം വിട്ട മാതിരി ഓട്ടം തുടങ്ങുകയായി. പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു രാജു. മെട്രിക്കുലേഷനും പ്രീ ഡിഗ്രിയും സംസ്ഥാനത്ത് 1ാം റാങ്കോടെ അവൻ പാസായി. എൻട്രൻസ് പരീക്ഷയിലും ഉയർന്ന റാങ്ക് വാങ്ങിയ മകന് മുംബൈയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചു. വീട്ടിൽ നിന്ന് 2 ട്രെയിൻ മാറി യാത്ര ചെയ്തു വേണം കോളേജിലെത്താൻ.
രാജുവിന് 2 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛന് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിൽ മരണം കവർന്നുകൊണ്ടുപോയി. പിന്നെ അമ്മ 2-3 വീടുകളിലെ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് രാജുവിനെ പഠിപ്പിച്ചത്. പുതിയ കോളേജും സഹപാഠികളും റാഗിംഗ് പ്രശ്നങ്ങളും രാജുവിനെ അലോസരപ്പെടുത്തി. അമ്മ ആശ്വസിപ്പിച്ചു, സാരല്ല, തുടക്കത്തിലെല്ലാം ഇങ്ങനെ ഒക്കെ മാറും, എല്ലാം നമുക്ക് അനുകൂലമാകും. ഏതാനും ആഴ്ചകൾ പിന്നിട്ടു. രാജുവിന്റെ മുഖത്തെ സന്തോഷമെല്ലാം ചോർന്നൊലിച്ചുപോയി. പ്രത്യാശ പറ്റിയ കണ്ണുകൾ മിണ്ടാട്ടമില്ലാതായി. പേർത്തും പേർത്തും ചോദിച്ച അമ്മയോട് അവൻ പറഞ്ഞു, എനിക്കവിടെ പഠിക്കാൻ പറ്റില്ലമ്മേ. എന്ന് പറഞ്ഞാലെങ്ങനാ? കഷ്ടത സഹിച്ച് മോൻ പഠിച്ച് മിടുക്കനായി ഡിഗ്രി എടുക്കൂ. പൊന്നുമോൻ, അമ്മയെ ഓർത്ത് മാത്രം പഠിക്ക്. മഴനിലാവ് പോലെ അവൻ ചിരിച്ചു. ആ ചിരിയിൽ കണ്ണീരിന്റെ ഉപ്പും നനവും പറ്റിയിരുന്നു. അവൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ടാട്ടോ, എന്തു വന്നാലും ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി സഹിക്കാം, പഠിക്കാം. അമ്മയുടെ നേത്രങ്ങളിൽ നിന്നൊഴുകി വീണ കണ്ണീർ ചാലുകൾ അവൻ പോക്കറ്റിൽ നിന്ന് കൈലേസെടുത്ത് തുടച്ചു. അവന്റെ മിഴികളിൽ തങ്ങി നിന്ന കണ്ണീർ കണം സാരിത്തലപ്പുയർത്തി ആ അമ്മ തുടച്ചു. മകനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് നെറുകയിലൊരു മുത്തവും കൊടുത്തു. കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. വൈകുന്നേരം മകന്റെ ഇഷ്ടഭക്ഷണമായ കിച്ചടി ഉണ്ടാക്കി അമ്മ മകനെ കാത്തിരുന്നു. മടങ്ങി വന്ന രാജുവിന്റെ മുഖത്ത് രക്തച്ചെവി ഉണ്ടായിരുന്നില്ല. കവിളുകളിലും ശരീരമാസകലവും ചോര കട്ട പിടിച്ച കരിനീല പാടുകൾ. അമ്മ എത്ര ചോദിച്ചിട്ടും അവൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. പിന്നീടൊരിക്കലും അവൻ പുഞ്ചിരി പൊഴിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പൊള്ളുന്ന പട്ടിണിക്കിടയിലും കാകോളം തുള്ളുന്ന സങ്കടപ്പേമാരിയിലും അവന് നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ മകന്റെ ശുഭഭാവി അതുമാത്രമായിരുന്നു ആ അമ്മയുടെയും സ്വപ്നം. ഒരു കൂട്ടം നരാധമന്മാർ ആ സ്വപ്നം തല്ലിക്കെടുത്തി. റാഗിംഗ് എന്ന ചെല്ലപ്പേരിൽ രാജു മുറിയിൽ കതകടച്ചിരുപ്പായി. മകനെ മുറിക്ക് പുറത്തിറക്കാൻ അമ്മ എല്ലാ അടവുകളും പയറ്റി. ഒടുവിൽ അയൽക്കാരെ കൂട്ടി മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നു. മകനെ പുറത്തിറക്കി. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ആൾക്കൂട്ടത്തെ കണ്ടു ഭയന്ന രാജു ഒറ്റയോട്ടം, ശരവേഗത്തിൽ. ആ ഓട്ടം പിന്നീട് അവന്റെ മരണം വരെ തുടർന്നു. ഉടുവസ്ത്രവുമായി അവരോടി. പല സംസ്ഥാനങ്ങൾ പിന്നിട്ട് അവർ മലയാള നാടിന്റെ പച്ചപ്പിലെത്തിയിട്ട് വർഷങ്ങളേറെയായി. കരളലിയിക്കുന്ന ഈ കഥ പുറം ലോകമറിഞ്ഞത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ അന്വേഷണത്വര കൊണ്ട് മാത്രം. അമ്മ അവരുടെ മുന്നിൽ മാത്രം മനസ്സു തുറന്നു. അതിസമ്പന്നരായ ഒരു വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്റെ മുത്തിന്റെ മനോനില തകർത്തു. ബാല്യത്തിലെ പോലെ പത്രപാരായണം ഹോബിയാക്കിയ താൻ 2 വർഷം മുമ്പ് ആ വാർത്ത വായിച്ച് നെഞ്ചു പൊള്ളിക്കരഞ്ഞു. ഓട്ടക്കാരൻ രാജു മരണത്തിലേക്ക് ഓടിക്കയറി. മകന്റെ സ്മരണകളുമായി അവൻ മരിച്ചു കിടന്ന ക്ഷേത്രനടയിൽ തന്നെ ആ അമ്മ കാലം കഴിച്ചു. നോട്ട്ബുക്കുകൾ തുടരെ വാങ്ങിച്ച് അതിൽ തുടർച്ചയായി അവർ എഴുതി, ഓം നമഃശിവായ. മകനെപ്പോലെ തന്നെ ക്ഷേത്രനടയിൽ അവരും മരണത്തിനു കീഴടങ്ങി. എന്റെ നെഞ്ചിൻകൂട് ആരോ തല്ലി തകർക്കും പോലെ അകത്തളങ്ങളിൽ നിന്ന് ഒരാത്മാവിന്റെ ഒരു നിലവിളി. ത്യാഗിനിയായ അമ്മേ ശാന്തി, ത്യാഗിനിയായ അമ്മേ മാപ്പ്, അമ്മേ ശാന്തി.